എന്ത് ചെയ്താലും ഒരു നാണവും മാനവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്തായാലും ഇറങ്ങി തിരിച്ചു. പിന്നെ നാണം മാനം ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും അങ്ങനെ ഒന്നും വിചാരിക്കാണ്ടിരിക്കുക. കുറത്തെണ്ടികൾ OTT കണ്ടിട്ട് ഇതാണോടാ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ഇതാണോടാ എന്നൊക്കെ ചോദിച്ചു വരുമല്ലോ. ഇപ്പോൾ ചുമ്മാ അല്ല ഈ വാർണർ ബോസ് വിൽക്കണ്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് 11 ബില്യൺ നഷ്ടമായി. മറ്റേ ക്വാളിറ്റി കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ ഓളക്കാരി വാണങ്ങളുടെ കാര്യം പറയാൻ വയ്യ. വല്ലാത്തൊരാഴ്ചയായിരുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഹൊറർ വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ DSERA കണ്ട് നമുക്ക് വേണമെങ്കിൽ പേടിക്കാം. ഇനിയിപ്പോൾ ഒരു സീരീസ് കാണാമെന്ന് ഈ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വെൽക്കം ടു ഡെറി ഇറ്റിൻ്റെ പ്രീക്വല് പിള്ളേരെയൊക്കെ പിടിച്ച് കൊല്ലുകയാണ്. അത് വല്ലാത്തൊരു ഡാർക്ക് സാധനം. ഇനി ഒരു സിനിമ കാണാൻ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സ് എടുത്തു കഴിഞ്ഞതാ വശ് ലെവൽ 2 എന്ന് പറഞ്ഞൊരു ഗുജറാത്തി സിനിമ. ഞെട്ടിച്ച് കളഞ്ഞു. ഒന്നും അത്ര പ്രതീക്ഷിച്ചിട്ട് അല്ല കണ്ടത്. അങ്ങനെ ഫുള്ള് ഹൊററാണ്. എവിടെ നോക്കിയാലും ഹൊറർ. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷെ എല്ലാം നല്ല കിടിലൻ. ഈ വെറുതെ വേണ്ടിക്ക് ഹൊറർ കാണിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല. DSERA ഞാൻ കണ്ടു. നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ നോക്കാം. ബാക്കി കാര്യങ്ങൾ ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് നടന്നതെന്നും ബാക്കിയുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ഫുള്ള് ഫേക്ക് കോളികളുടെ ഓരോ കാര്യങ്ങളായിരുന്നു. എവിടെ നോക്കിയാലും ഫേക്ക് MMA മാച്ച്, ഫേക്ക് വീഡിയോസ്, സ്ക്രിപ്റ്റ് വേറെ. അതായത് എനിക്ക് എൻ്റെ ഒരു അറിവ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീമിംഗ് ഉണ്ടല്ലോ, സ്ട്രീമിങ് കുറച്ച് നല്ലൊരു പണിയുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഡെയിലി സ്ട്രീമിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കോണ്ടൻറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിതുപോലെ കുറേ ന്യൂസുകൾ ആഴ്ചയിൽ ഇറങ്ങും. അതേപോലെ ഇഷ്ടംപോലെ സിനിമകളും സീരീസിലും ഇറങ്ങും. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുക, 2 കുറ്റം പറയുക, നല്ലതാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുക, അങ്ങനെ ഒരു ലെവലിൽ പോവുക. പക്ഷേ സ്ട്രീമിംഗ് അതുപോലെയല്ല. ഈ ആൾക്കാരനെ ഈ 2-3 മണിക്കൂർ ഡെയിലി എൻ്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ മേലെ ഇനിയൊരു പണിയുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ലൊരു പണി പിടിച്ച കാര്യമാണ്. അപ്പോൾ എന്ത് വേണം? മെയിനായിട്ട് അതുകൊണ്ടാണ് സ്ട്രീമേഴ്സ് എല്ലാവരും മെയിൻ വലിയ സ്ട്രീമേഴ്സൊക്കെ ഗെയിമിംഗ് ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഗെയിം കളിക്കാമല്ലോ ഡെയിലി. അതിൽ ഗെയിം പ്ലേയും മറ്റുള്ള കാര്യങ്ങളും പിന്നെ അതിൻ്റെ മാച്ചും കാര്യങ്ങളൊക്കെ അതൊക്കെ ആ വഴിക്ക് അങ്ങോട്ട് പോകും. ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള കോണ്ടൻറ്റ് സ്ട്രീമിങ്ങിലേക്ക് കൊണ്ടുവന്ന് ബീഫിങ്, ഈ ഇൻഫ്ലുവൻസർ ബീഫുകളൊക്കെ ഉണ്ടാവുമല്ലോ. അമേരിക്കയിലൊക്കെ പണ്ടേ ഉള്ളതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഹസൻ എന്നൊക്കെ പറയുന്ന ഹസൻ പൈക്കർ എന്നൊക്കെ പറയുന്ന അവൻ പൊളിറ്റിക്കൽ സ്ട്രീമറാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കും, പിന്നെ അതിന് മേലെ വരും, അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കുമ്പോൾ കുറേ വ്യൂസ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നല്ല വ്യൂസ് വരും, കുറേ ആൾക്കാർ വരും, ഭയങ്കര ഫേമസ് ആവും. ആ കോൺട്രവേഴ്സി കുറേ ഉണ്ടാവില്ലല്ലോ. ആ പ്രശ്നം കുറച്ച് കാലമല്ലേ ഉണ്ടാവുള്ളൂ. ആ പ്രശ്നം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വന്നവരൊക്കെ പോവും. ഇവിടുത്തെ പ്രശ്നം കഴിഞ്ഞു, ഇനി അടുത്ത പ്രശ്നത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോവും. ഓക്കെ, അപ്പോൾ ഇതാവും. അപ്പോൾ ഇയാൾക്ക് ഇനി പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ഇനി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവരായിട്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം അങ്ങനെയാണ് അവർക്ക് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പോകുമ്പോൾ അവരത് ചെയ്യും. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാവിടെയും നടക്കുന്നതാണ്. നമ്മൾ നമ്മൾ ഈ സ്ട്രീമിംഗ് ഒക്കെ പുതിയ ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ വരികയാണല്ലോ. ഈ കണ്ടവന്മാരൊക്കെ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു പുതിയ ട്രെൻഡ് വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഒരു പുതിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇനി ആർക്കെങ്കിലും ഞാൻ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അഡ്വൈസ് തരാം. ഇങ്ങനെ ഫേക്ക് കണ്ടൻറ്റും ഫേക്ക് ബീഫ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചെയ്യേണ്ടത് ഈ ഗ്യാങ് ഒക്കെ നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഫേക്ക് പരിപാടി ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ ഒരുപാട് ആൾക്കാരെ കൂട്ടിയിട്ടുള്ള പരിപാടിയില്ലേ അതാദ്യം നിർത്തുക. ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ കൂടിയ 2-3 പേര്. അല്ലാതെ ഈ എല്ലാവരെയും കൂട്ടി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുക, ഒരു കള്ളത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ. ഇനി ഭാവിയിൽ ആരെങ്കിലും ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ഈ കോണ്ടൻറ്റും ബീഫൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ദിസ്. കുറച്ച് ആൾക്കാരെ കൊണ്ട് പോവുക, കാര്യം നടത്തുക, വരിക, എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെ വന്നിരുന്ന് തള്ളുക. ആ തള്ളാനൊക്കെ നിങ്ങളുടെ ഗ്യാങ്ങോ എന്തൊക്കെയോ കുറേ പേരുകളൊക്കെ ഉണ്ടല്ലോ, ആ ഗ്യാങ്ങിനെയൊക്കെ കൊണ്ടുവന്ന് തള്ളി മറിക്കാനൊക്കെ ശരി. പരിപാടി ഇങ്ങനത്തെ വല്ല ഫേക്ക് സംഭവത്തിന് പോകുമ്പോൾ, നാടകത്തിനൊക്കെ പോകുമ്പോൾ 1-2 ആൾക്കാരെ മാത്രം വിളിക്കുക. ഒരുപാട് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം,
എന്ത് ചെയ്താലും ഒരു നാണവും മാനവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു കാര്യം ചെയ്തു, പിടിച്ചു, നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു. ഓക്കെ, അപ്പോൾ എന്ത് വേണം? ലിവർ കിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചങ്ങായുണ്ട്. ലിവർ കിങ് ഫുള്ള് ഞാൻ മറ്റേ നാച്ചുറൽ മസിൽസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും പോവുക, പോഡ്കാസ്റ്റ് ചെയ്യുക, ലൈവ് സ്ട്രീം ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു പുള്ളി പണ്ട്. പിന്നെ പുള്ളിനെ പിടിച്ചു. പുള്ളി നിങ്ങൾ നാച്ചുറലൊന്നും അല്ല, പുള്ളി സ്റ്റെറോയിഡ്സൊക്കെ അടിച്ചിട്ടുണ്ട്. പുള്ളി മറ്റേ പച്ച ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എല്ലാവരും പച്ച ഇറച്ചിയൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് തള്ളി പറിക്കുന്ന ആളായിരുന്നു. അപ്പോൾ പുള്ളി ഒരു സമയത്ത് കുറച്ച് പേര് പിടിച്ചു. പുള്ളി സപ്ലിമെൻറ്റ്സൊക്കെ കുത്തിവെച്ച് മറ്റേ സ്റ്റെറോയിഡ്സൊക്കെ അടിച്ചിട്ടാണ് മസിലൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ ഇനിയിപ്പോൾ എന്തായി, അങ്ങനെയായല്ലോ, ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി. ഏത്? ഞാൻ ഇനി ഇന്ന സ്റ്റെറോയിഡ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചു. പിന്നെ നാണം, മാനം, ഈ നാട്ടുകാർ എന്ത് വിചാരിക്കും, അങ്ങനെ ഒന്നും വിചാരിക്കാണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾ നാറിയല്ലോ, ഇനിയൊരു തിരിച്ചു പോക്ക് അതില്ല. എടാ മുതുകാളെ, നിനക്ക് ഇതിൽ എന്ത് സുഖം കിട്ടുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അതാണ് ചെയ്യാനേയുള്ളൂ, വേറെ ഒന്നും ഇല്ല. പിന്നെ വേറൊരു മൂന്നാമത്തെ ഒരു മെത്തേഡുണ്ട്. അത് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച മെത്തേഡാണ്. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്തായാലും നാറിയല്ലോ, അപ്പോൾ ഇനി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ഫേക്കായിട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഏതൊരു ടീംസിൻ്റെല്ലോ മറ്റേ ഏതായിരുന്നു ഒരു വീട്ടിൽ ഏട്ടനും തമ്മിൽ അടിയായിട്ട് അവസാനം ഒരു കാറൊക്കെ മേടിച്ചിട്ടുള്ള ഒരു ഏതോ ചാനലത് ഓർമ്മയില്ല, അങ്ങനത്തെ ആൾക്കാരില്ലേ. ഇനി അങ്ങനത്തെ ഉള്ള ആൾക്കാരെ പിടിക്കുക, എന്നിട്ട് പറയാം ഞങ്ങൾ അന്ന് ചെയ്തില്ല, അതുപോലെയാണ് ഇവർ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആണല്ലോ ഈ ഫേക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വീഡിയോ ഉണ്ടാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യുക. പീപ്പിൾ വിൽ ഫോർഗെറ്റ് എവറിത്തിങ് ഇവൻച്വലി. അവർക്കിതൊന്നും ഇതൊക്കെ ഒരാഴ്ച ഈ ഒരു സംഭവം നടന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇറങ്ങുമ്പോഴേക്കേ ആൾക്കാർ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. പിന്നെ ഫേക്ക് MMA, വി ഗോട്ട് ജേക്ക് പോൾ, പാവങ്ങളുടെ ജേക്ക് പോളിനെ കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. ഡൈനാമൈറ്റ് അണ്ണൻ ഇതൊക്കെ കാണുന്നുണ്ടോ എന്തോ. ഇൻഫ്ലുവൻസർ ബോക്സിങ് വലിയ സംഭവമാണ് അവിടെയൊക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ ജേക്ക് പോളിനെ അറിയാമല്ലോ, ഇങ്ങനത്തെ കുറേ ഫേക്ക് ബോക്സിങ്, ഈ വയ്യാണ്ട് വയസ്സായിട്ട് കിടക്കുന്ന മറ്റേ ആൾക്കാരിനെയൊക്കെ കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യിപ്പിക്കലും ബോക്സ് ചെയ്യിപ്പിക്കലൊക്കെയാണ് ജേക്ക് പോളിൻ്റെ പണി. അതുപോലെ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസർ വെല്ലുവിളി, ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു. വെല്ലുവിളി, ഞാൻ മണവാളിനെ വെല്ലുവിളിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടു. ഇതൊരു ട്രെൻഡായി, പണ്ട് അവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഒരു ട്രെൻഡായി വരുന്നതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഇതിനെ ബോക്സ് ചെയ്യട്ടെ, MMA ഒക്കെ ചെയ്ത് 4 അടി കൊള്ളുമ്പോൾ ഒരു തീരുമാനമായിക്കോളും. എല്ലാവരും വെല്ലുവിളി, അങ്ങോട്ട് ഇങ്ങോട്ട് ആരൊക്കെയോ. ഇതൊക്കെ എന്തിനാണ് എൻ്റെ ഫീൽഡിൽ വരുന്നത് എനിക്കറിയില്ല. കുറേ വെല്ലുവിളി എന്തൊക്കെയോ പറഞ്ഞിട്ട്, ഞാൻ 6 മാസം ബോക്സിങ് ചെയ്തോടാ, ഞാൻ 3 മാസം ബോക്സിങ് ചെയ്തോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് വെല്ലുവിളിയാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് മാച്ചസ്, കാരണം ഇപ്പോൾ നോക്ക്, ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇപ്പം ഇതിനെക്കുറിച്ച് 4 പേര് അറിയുന്നു. ഇതന്നെയാണ് അവർക്കും വേണ്ടത്. ഇപ്പോൾ ജേക്ക് പോളിന് എന്തിനാണ്, ജേക്ക് പോളിനെ എല്ലാവരും ഹെയ്റ്റ് ചെയ്യാണ്. ആ ഹെയ്റ്റിനെ പുള്ളി വിറ്റ് കാശാക്കുന്നു. കാശെന്ന് വെച്ചാൽ ടിക്കറ്റ് വിൽക്കുന്നു. പുള്ളി ഇങ്ങനെ വലിയ ആൾക്കാരുടെ അടുത്ത് ബോക്സ് ചെയ്യുമ്പോൾ അത് ആൾക്കാർ കാണുന്നു, അവന് പൈസ കിട്ടുന്നു. പുള്ളി തോൽക്കണം എന്നാണ് എല്ലാവർക്കും വേണ്ടത്. ഇവർ 4 ഇടി കിട്ടണം എന്നാണ് എല്ലാവർക്കും വേണ്ടത്. ഹീ ഡസൻ കെയർ. അവനെന്താണിത് അറിയുക, ഇതൊക്കെ ഇങ്ങനെയാണ്. പിന്നെ കുറച്ച് 2-3 കളി തോൽക്കുമ്പോൾ ആൾക്കാർ തന്നെ കുറച്ച് അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ വരുന്നു, അവനറിയാം. സെയിം മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊക്കെ ഫ്രീ അഡ്വൈസ് ആണ്. എന്തിനാ ഞാൻ ഈ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കണമെന്ന് എനിക്ക് വല്ല അറിയില്ല. ഇതിനൊക്കെ പ്രത്യുപകാരമായി നീ എനിക്ക് ഗൾഫിലേക്ക് ഒരു ടിക്കറ്റ് മാത്രം എടുത്തു തന്നാൽ മതി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ ഓളക്കാരി വാണങ്ങളുടെ കാര്യം അത് പറയാൻ വയ്യ. നമുക്ക് നേരെ റിവ്യൂവിലിട്ട് കിടക്കാം. മൂവി റിവ്യൂ. ഈ ആഴ്ച ഞാൻ കണ്ടത് ഡീസ് ഇറേ. ദയവേത് എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഒരു ലംബ തിയേറ്ററിലാണ് കണ്ടത്. പ്രീമിയർ ഷോ ഉണ്ടായിരുന്നല്ലോ, അതൊരു കിടിലൻ മൂവായിരുന്നു കേട്ടോ. എനിക്കത്, അതായത് ഫാൻ ഷോ ഒക്കെ കണ്ടിട്ടുണ്ട് രാവിലെ 7 മണിക്ക് 6 മണിക്കൊക്കെ. ഇതൊരു പുതിയ പരിപാടി, തലേ ദിവസം ഒരു സ്പെഷ്യൽ ഷോ. ഞാൻ അങ്ങനെ ഒരു ഷോ ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചാണോ ഇവന്മാർ ഇതിൽ കോൺഫിഡൻ്റ് ആണ്.
രാഹുൽ മാറ്റ്കിങ്ങിനെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. പുള്ളി എടുക്കുമ്പോൾ എല്ലാവരും സ്റ്റാൻഡേർഡ് ഉണ്ടാവും. പക്ഷെ നല്ല തലേ ദിവസത്തെ പ്രീമിയർ ഷോ വെച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇത് പൊമ്മായ ഇതിൽ വൻ കോൺഫിഡൻ്റ് ആണ്. അത് അല്ല എൻ്റെ ഇപ്പോൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ട്, ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ. തലേ ദിവസം ഒരു ഷോ ഇറക്കി, ആൾക്കാർ ഫുൾ അതിന് ചീത്ത പറയാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അലമ്പാണ് പറയാൻ തുടങ്ങിയാൽ പിറ്റേ ദിവസം ഒരാളെങ്കിലും വരുമോ? ഇല്ല. കാരണം റിവ്യൂസൊക്കെ അപ്ലൈ വന്നു 12 മണിക്കൊക്കെ 1 മണിക്കൊക്കെ ഫുള്ള് റിവ്യൂസാണ്. ആ കോൺഫിഡൻ്റ് എനിക്ക് ഇങ്ങനൊരു ഷോ ഉണ്ട് ഇത് അറിഞ്ഞപ്പോൾ തന്നെ തോന്നിയതാണ്. ഞാൻ എൻ്റെ നാട്ടിലൊരു തിയേറ്ററിലാണ് പോയത്. നിലവിളിക്കുക, ഏത് പ്രേതമൊക്കെ വരാൻ മുമ്പ് എന്തൊക്കെയോ വിളിച്ച് കമൻറ്റ് പറയുക, നിലവിളിക്കുക, ഇതന്നെ എഴുതുക ആ തിയേറ്ററിൽ ആദ്യം മുതൽ ഒരു പകുതി വരെ. പിന്നെ പകുതി ആകുമ്പോഴേക്കും ഏതോ ഒരുത്തനൊക്കെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി, ആ മുന്നാണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരുത്തൻ എന്തൊക്കെയോ നിലവിളിക്കാൻ തുടങ്ങി. ഫുള്ള് ബഹളം, പ്രശ്നം. ഞാൻ ഇപ്പോൾ ഒരു അടി പൊട്ടെന്നൊക്കെ വിചാരിച്ചു. 2 ഗ്യാങ്ങുകൾ തമ്മിൽ മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റവൻ പറയുക ഞാൻ തിയേറ്ററിലാവുമ്പോൾ അങ്ങനെ കൂവൊക്കെ ചെയ്യും എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് പറയുക. ഇതൊക്കെ ഒച്ചത്തിലാണ് പറയുന്നത്. പിന്നെ എന്നെ അതൊന്നും ബാധിക്കില്ല, എനിക്ക് ഐ ഡോണ്ട് കെയർ ഓൾ ദീസ് തിങ്സ്. അതുകൊണ്ട് എനിക്ക് വല്ല പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ സിനിമ പറ്റുമെങ്കിൽ PXLോ അല്ലെങ്കിൽ എപ്പിക്കിലോ പോയി കാണാം. ആ ഒരു സ്ക്രീൻ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. അത് മാക്സിമം അങ്ങനെ പോകും. അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലക്സിൽ പോയി കണ്ടാലും മതി. കാരണം ജംസ്കെയർസിൻ്റെ കളിയാണ്. ജംസ്കെയർസ് ഇഷ്ടമാണെങ്കിൽ, കോഞ്ചൂറിങ് പോലത്തെ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ പോളിസാണ്. ആ ഒരു കോഞ്ചൂറിങ് ഒക്കെ ലെവലിനെ നമ്മൾ എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു അഭിമാന നിമിഷമാണ് മലയാള സിനിമയ്ക്ക്. നമുക്കും എടുക്കാൻ പറ്റൂടാ, കോഞ്ചൂറിങ് അല്ല അതിൻ്റെ അപ്പുറം നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് കാണിച്ചു തരാൻ പറ്റിയ ഒരു സിനിമ കൂടിയാണ്. ഈ സിനിമ കണ്ടപ്പോൾ ഷട്ടർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. 2000 ഷട്ടർ എനിക്ക് ആ ഒരു സിനിമയായിട്ട് അതിൻ്റെ ഒരു സംഭവം ഉണ്ട്. അത് ഏകദേശം ആ ഒരു സിനിമ പോലെ ഒരു തായ് സിനിമയാണ് ഷട്ടർ. 2004 ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു റീമേക്ക് പോലെ 2008 അങ്ങനെ എന്തോ ഒരു ഇംഗ്ലീഷ് റീമേക്കും കൂടി അതിൽ വന്നിട്ടുണ്ട്, ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എനിക്ക് പെട്ടെന്ന് ആ ഒരു സീന് വരുമ്പോൾ അത് കത്തി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് ചുമ്മാ അല്ല കൊടുത്തിരിക്കുന്നത്. ഗോർ എന്ന് പറഞ്ഞാൽ ശരിയായ സാധനം. എനിക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുളിര് തരില്ലേ, ഒരുപാട് ഇങ്ങനെ കണ്ടിട്ട് അതുപോലെ വന്നു. ഡാർക്ക് കുറേ സാധനങ്ങളുണ്ട്, പേടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നല്ലൊരു തിയേറ്ററിൽ പോവുക. സൗണ്ട് ഡിസൈനൊക്കെ പൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലില്ലേ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു കോഞ്ചൂറിങ് ആണല്ലോ ഒരു ബെഞ്ച് മാർക്ക്. ഈ ഒരു ട്രെൻഡ്, ഈ ഹൊററിൻ്റെ ഇങ്ങനത്തെ ഒരു ജംസ്കെയർസിൻ്റെ ഒരു ട്രെൻഡ് തുടങ്ങി തന്നെ ആ ഒരു കോഞ്ചൂറിങ് എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഫേവറേറ്റ് രാഹുലിൻ്റെ സിനിമ ബ്രഹ്മയുഗം തന്നെയാണ്. ഇത് എനിക്ക് ഓക്കെയാണ്, സിനിമ നൈസായിട്ടുണ്ട്. എല്ലാവരും ഒരു തവണ എന്തായാലും കാണണം. അത് നല്ല തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. സ്ട്രോങ്ലി റെക്കമെൻഡ്. ഓക്കെ, ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് ബ്രഹ്മയുഗം. ഓക്കെ, ഓൾവേസ്. പിന്നെ യൂണിവേഴ്സ് ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, അത് വേറൊരു സംഭവം. ലാസ്റ്റ് ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യോ ഇനി രാഹുൽ മാറ്റ്കിങ് എന്നറിയില്ല. പ്രണവും കിഡിലനായിട്ടുണ്ട്. പ്രണവിന് പറ്റിയ റോളാണ്, ഒരു റിച്ച് കിഡ് റോളാണ്. കുറച്ച് ഡയലോഗ്സൊക്കെ ഇതെന്തെങ്ങനെയെന്ന് തോന്നിപ്പോയി. പക്ഷെ അത് ആ ഒരു ക്യാരക്ടറാണ്, ഒരു റിച്ച് കിഡ്, ഒരു ടോക്സില്ലേ ആ ഒരു സംഭവം. US ഉള്ള പയ്യനാണ്. അപ്പോൾ അങ്ങനെയല്ല സംസാരിക്കാം. സിനിമ കണ്ടവർക്ക് അറിയാം ആ ഒരു ഡയലോഗ്. അതായത് പുള്ളി സംസാരിക്കുന്നത് ഓക്കെ, പുള്ളി പറയുന്നത് സാധാരണ ഒരാളുടെ അടുത്താണ്. അപ്പോൾ പുള്ളി ഗോസ്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ആൾക്ക് അറിയണ്ടേ. അപ്പോൾ അയാൾ എല്ലാം കേട്ട് ഓക്കെ അയാളെന്തോ വേറെ ഏതോ സാധാരണ ഒരു മനുഷ്യനാണ്, അയാളുടെ ഒരു ഗോസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടാവുമെന്ന്. ഇപ്പം ഇങ്ങനെ കുറേ വാക്കുകൾ ഇങ്ങനെ ചെറുപ്പറന്ന് പറയുന്നത്, ഞാൻ ഗോസ്റ്റ് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ കുറേ വാക്കുകൾ പറയുമ്പോൾ ഇതൊക്കെ എന്താ മോനെ എന്ന് ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചു. അതൊരു വേണമെങ്കിൽ ഒരു ഫണ്ണി ഒരു സംഭവം ആക്കായിരുന്നു. പക്ഷേ അങ്ങനെയല്ല വന്നത്, വേറെ രീതിയിലാണ്. ഓക്കെ, നൈസ് എക്സ്പീരിയൻസ്, എല്ലാവരും പോയി കാണാം. നമ്മുടെ ഈ ആഴ്ചയിലെ ന്യൂസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം മെയിനായിട്ട് 2 OTT ഇറങ്ങിയിട്ടുണ്ട് 31-ാം തീയതി. ഒന്ന് ലോക,
ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാന്താര സർപ്രൈസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും ഇങ്ങനെ ഒരു ന്യൂസോ ഇങ്ങനെ ഒരു അപ്ഡേറ്റോ എവിടെയും കണ്ടിട്ട് പോലും ഇല്ല. 28 ദിവസമായിട്ടുള്ളൂ. പ്രൈമാര് എത്ര കൊടുത്തു എന്നൊന്നും ഇപ്പോൾ കണക്കൊന്നും വരുന്നില്ല. നല്ലോണം കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 100+ മിനിമം കൊടുത്തിട്ടുണ്ടാവും. കാരണം 850 അങ്ങനെ എന്തോ ആയിട്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, 1000 എത്തും എന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ് 1000 എത്തുമായിരിക്കും എന്നാണ്. ഇവന്മാർ എത്താൻ വിട്ടില്ല. ആമസോൺ പ്രൈമാണ് നല്ലോണം കൊടുത്തിട്ടുണ്ടാവും. ഇവന്മാർ ഇതേ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ആ ലൂസിഫർ ഇറങ്ങിയപ്പോഴും. ലൂസിഫർ എൻ്റെ ഓർമ്മയിൽ ഇതേപോലെ പെട്ടെന്ന് അവർ തിയേറ്ററിൽ നിന്ന് ഒരു മാസമൊക്കെ ആവുന്ന ആ ഒരു സമയത്ത് തന്നെ ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. സെയിം ഒരു സംഭവമാണ് അത് അവർക്ക് അന്നും നല്ലോണം ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ നല്ലോണം അവർക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ലോക അണ്ടർ റേറ്റ് അല്ല, ഓവർ റേറ്റഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് വേണം എനിക്കൊരു വീഡിയോ ചെയ്യാൻ. വരുമല്ലോ കുറേ തെണ്ടികൾ OTT കണ്ടിട്ട് ഇതാണോടാ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് ഇതാണോടാ എന്നൊക്കെ ചോദിച്ച് വരുമല്ലോ. ഇപ്പോൾ ലോക പക്ഷേ കുറച്ച് ദിവസമായിട്ടാണ്. ഓഗസ്റ്റ് 28 ഇറങ്ങിയാണ്. അപ്പോൾ 2 മാസം ആയി. അത് കുഴപ്പമില്ല. തിയേറ്ററിൽ നിന്ന് മാക്സിമം എടുത്തു, എല്ലാ കളക്ഷനും എടുത്തിട്ടുണ്ട് അവിടെ നിന്നും. എന്നിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നൈസ്. പക്ഷെ കാന്താര പെട്ടെന്ന് വന്നു, അതെന്താണെന്ന് അറിയില്ല. പിന്നെ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടത്, ശരിക്കും അതാണ് അതിപ്പോൾ ആരാണ് കൂടുതൽ പൈസ തരിക അവർക്കായിരിക്കും OTT റൈറ്റ്സ് സ്വാഭാവികമായിട്ട് വിൽക്കുക. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറച്ച് ഇൻ്റർനാഷണൽ സ്റ്റഫുകളൊക്കെ ഇല്ലേ, അതായത് ലോകം മുഴുവൻ കാണണം. ഇപ്പോൾ ലോകത്തെ എല്ലാ തിയേറ്ററിലും പോയിട്ട് നമുക്ക് സിനിമ ഇറക്കാൻ, ഇപ്പോൾ മലയാള സിനിമ ഇറക്കാൻ എന്ന് പറ്റില്ലല്ലോ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവിടെയുള്ള OTT പ്ലാറ്റ്ഫോംസിൽ ഇറക്കാം. പ്രൈം എല്ലാവിടെയും ഉണ്ട്. പക്ഷെ എന്നാലും ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു റീച്ച് അത് ബ്രേക്ക് ചെയ്യാനായിരിക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ഈ RRR RRR ഇങ്ങനെയാണ് ആ ഒരു വേൾഡ് ഒരു സംഭവം എല്ലാവരും കണ്ടിട്ട് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എന്ന് ചോദിച്ചത് തന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെറ്റ്ഫ്ലിക്സിൽ അവരത് ഇറക്കിയതുകൊണ്ടാണ്. കറക്റ്റ് ആ ഒരു സമയത്ത് അമേരിക്കക്കാരൊക്കെ ഇത് കണ്ടിട്ട് ഇതെന്ത് സിനിമ, ഇതാണോ ഇന്ത്യൻ സിനിമ എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ രാജമൗലി ഇപ്പോൾ ആ ഒരു ലെവലിൽ ജെയിംസ് ക്യാമറൂണോ എന്തൊക്കെയോ ആയിട്ടാണ് പുള്ളി എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചോ എന്തോ ജെയിംസ് ക്യാമറൂൺ വന്ന് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയോ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ ഫുൾ ഹോളിവുഡ് ലെവലാണ്. അമേരിക്കയിലൊക്കെ ഇതിറങ്ങിയിട്ടില്ല ബാഹുബലി എപ്പിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഭയങ്കര ടിക്കറ്റ് സെയിലാണ്. ഈ പുള്ളിയുടെ ഈ ഒരു പേര് കാരണമാണ്. അപ്പോൾ അത് ആ ഒരു ലെവലിലേക്ക് ആ ഒരു വൈറൽ ഒരു സംഭവം ആയത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ എല്ലാ സിനിമ അതുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ ഇറക്കാനും പറ്റില്ല. പക്ഷെ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ കുറച്ച് ബെനിഫിറ്റ് ആയേനെ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ ലോക ഇറങ്ങിയിരിക്കുന്നത്. കുഴപ്പമില്ല. ഡിസ്നി പ്ലസ് ഒക്കെ കുറവാണ് എല്ലാവിടെയും. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഈ HBO ഇതും ഇപ്പോൾ അംബാനി മേടിച്ചതിന് ശേഷം HBO ഇതും ഹൂളുവിൻ്റെ ഇതും പാരമൗണ്ട് പ്ലസിൻ്റെ ഇതൊക്കെ വരുന്നത് ഇതിലാണ്, ഹോട്ട്സ്റ്റാറിലാണ്. അതുപോലെ അല്ല ഡിസ്നി പ്ലസ്. അവിടെ ഡിസ്നി പ്ലസിൻ്റെ കോണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെപ്പറേറ്റാണ്. പാരമൗണ്ട് പ്ലസ് സെപ്പറേറ്റാണ്, ഹൂളു സെപ്പറേറ്റാണ്, അതെല്ലാം സെപ്പറേറ്റാണ്. അപ്പം നമ്മുടെ അവിടുത്തെ പോലെ ഒരു തള്ളിക്കയറ്റം അവിടെ ഇല്ല ഡിസ്നി പ്ലസ്. അങ്ങനെ ഒരു ചെറിയ സംഭവമുണ്ട്, അത് ഞാൻ കണ്ടു. പിന്നെ ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത്, നെക്സ്റ്റ് ഒരു ന്യൂസ് വരുന്നത്, നെറ്റ്ഫ്ലിക്സ് ഈസ് വെരി ഈഗർ ടു ബൈ. അതായത് നെറ്റ്ഫ്ലിക്സ് ലാസ്റ്റ് സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ഇത് ബൈ ചെയ്യാൻ വാർണർ ബ്രോസ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ആപ്പിൾ TV ബിഡ് ചെയ്തിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് ബിഡ് ചെയ്തിട്ടുണ്ട്, പ്രൈം ബിഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാരമൗണ്ട്, നമ്മുടെ ലാരി എല്ലിസൻ്റെ കമ്പനിയില്ല, അവർ ബിഡ് ചെയ്തിട്ടുണ്ട്. ട്രംപൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലാരി എല്ലിസന് കൊടുക്കണം വാർണർ ബ്രോസ് എന്നുണ്ട്. വാർണർ ബ്രോസ് ഈസ് വെരി ബിഗ്. HBO ഉണ്ട് എല്ലാ സാധനവും, ഗെയിം ഓഫ് ത്രോൺസ് ഇത് ഇങ്ങനെ കുറേ സാധനങ്ങളില്ലേ അവരുടെ, ഹാരി പോട്ടർ, അങ്ങനത്തെ ഇഷ്ടം പോലെ സാധനമുണ്ട്. പിന്നെ DCൻ്റെ മാത്രം എടുത്താൽ സൂപ്പർമാൻ, ബാറ്റ്മാൻ, ഇനി എന്താ വേണ്ടത്, എല്ലാ സംഭവം ഇതൊക്കെ ഒരുമിച്ചാണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആര് എടുക്കും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ഫുൾ ഹോളിവുഡ്. കാരണം അത് ആരെടുക്കും എന്നുള്ള രീതിയിലായിരിക്കും ഇനി അതിൻ്റെ മുന്നോട്ട് പോകുക. നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുത്താണല്ലോ
കൊള്ളമാക്കി കൈ കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നെറ്റ്ഫ്ലിക്സ് എടുത്തൊന്ന് ആലോചിച്ച് നോക്കും, സൂപ്പർമാനും ബാറ്റ്മാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ കോണ്ടൻറ്റ് നമുക്ക് കിട്ടും. അതായത് ചടപടപടപടാന്ന് ഇനി പ്രോജക്ട്സ് അവർ ചിലപ്പോൾ അനൗൺസ് ചെയ്യായിരിക്കും. ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. പൈസൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കണക്ക് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 5 വർഷത്തിലെ ഓരോ വർഷത്തിലെ നെറ്റ് പ്രോഫിറ്റും ലോസും 2 കമ്പനികളുടെ, വാർണർ ബ്രോസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒന്ന് കേട്ടോ. 2020 മൊത്തം അവർക്ക് ലാഭം കിട്ടിയത് $1.2 ബില്യൺ. 2021 കോവിഡുള്ള സമയത്താണ് ആലോചിക്കണം. 2021 1 ബില്യൺ നെറ്റ് പ്രോഫിറ്റ് കിട്ടി. 2022 ആകുമ്പോഴേക്കും സിനിമകളൊക്കെ ഓപ്പൺ ചെയ്ത് തിയേറ്ററൊക്കെ ഓപ്പൺ ആകുമ്പോഴേക്കും -7.4 ബില്യൺ നഷ്ടം. 2023 വീണ്ടും 3 ബില്യൺ നഷ്ടം. 24 11.3 ബില്യൺ നഷ്ടമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. 2 കൊല്ലം മുന്നേ 24 ഇതേ കണക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഉണ്ട്. അത് വേറെ തന്നെ ഒരു കണക്കതാ. 2020 നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസാണ് 2.8 ബില്യൺ 2020. 2021 5 ബില്യൺ, 2022 4 ബില്യൺ ലാഭം, 2023 5 ബില്യൺ ലാഭം, 2024 8.7 ബില്യൺ ലാഭം. അപ്പോൾ ചുമ്മാ അല്ല ഈ വാർണർ ബ്രോസ് വിൽക്കണ്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് 11 ബില്യൺ നഷ്ടമായി. എന്താ പറയുക. പിന്നെ ഒരു കിഡിലെ ഒരു സീരീസ് ഞാൻ കണ്ടു, ഹൊററിൻ്റെ ഒരു സീരീസ് കണ്ടു എന്ന് പറഞ്ഞ് ഇറ്റിൻ്റെ, എനിക്കിപ്പോൾ ഈ IT എന്ന വായിൽ വരുള്ളൂ, ഇറ്റിൻ്റെ വെൽക്കം ടു ഡെറി സീരീസാണ്. പൊളി എന്ന് പറഞ്ഞിട്ടുണ്ടല്ല. നമ്മൾ ആദ്യം കണ്ടപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴില്ല, ആദ്യത്തെ ഒരു 10 മിനിറ്റ് വൺ ഡാർക്കായിരുന്നു. പിന്നീട് വിചാരിച്ചു ഇവരൊരു സ്ട്രേഞ്ചർ തിങ്സ് വൈബ് പിടിക്കാനായിരിക്കും. കാരണം എന്താണ്, സ്ട്രേഞ്ചർ തിങ്സ് പോലെ കുറച്ച് പിള്ളേർ ഇവർ ചെയ്യുന്നൊരു മിഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരുന്നാണ്ടല്ലോ. ഒരു എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ള നമുക്ക് മനസ്സിലായി ഇവരെന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഒരു 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 മാചക സാധനമുണ്ട്. ഈ പിള്ളേരെ കൊല്ലുക. പിള്ളേർ നമ്മൾ ചോദിക്കോ കുറച്ച് പിള്ളേർ ഇനി ഇവരെന്തെങ്കിലുമൊക്കെ മിഷൻ ചെയ്യാതിരിക്കുന്നത് പറഞ്ഞിരുന്നുള്ളൂ. തീർത്തു. ബിഫോർ ആൻഡ് ആഫ്റ്റർ പോസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കോമഡി സാധനം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എങ്ങനെയായിരിക്കുന്നു. അതൊരു 10 മിനിറ്റിനെ കുറച്ച് ഡാർക്കാണ്, പക്ഷെ അത് നമ്മളൊന്ന് ഹുക്ക് ചെയ്യാനാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ലാസ്റ്റ് ഒരു പോക്ക് പോയി. സ്പോയിലൊന്നും ചെയ്യുന്നില്ല, കാണാൻ എല്ലാവരും. വെൽക്കം ടു ഡെറി ഇറ്റ്. ഇനി അടുത്തൊരു അനൗൺസ്മെൻറ്റ് വരുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമയാണ്. നമ്മുടെ ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റ് ഇല്ലേ, മറ്റേ മാർക്കും കാട്ടാളിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു കുറച്ച് മറ്റേ ടീംസാണല്ലോ, കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ടീംസാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സിനിമ വരുന്നുണ്ട്, മമ്മൂട്ടിയാണ് നായകൻ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല. അവർ ഇപ്പോൾ റൂമേഴ്സ് പോലെ വരുന്നത് ഇന്ത്യൻ വേർഷൻ ഓഫ് പാബ്ലോ എസ്കോബാർ എന്നൊക്കെയാണ് വരുന്നത്. എന്താണോ ഉദ്ദേശിക്കുന്നത് അറിയില്ല. നന്നായി വരട്ടെ, നല്ലൊരു തീരുമാനം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ വേർഷൻ ഓഫ് പാബ്ലോ എസ്കോബാർ കൊള്ളാം, വരട്ടെ, നല്ല കാര്യം. പിന്നെ അടുത്തത് ബബ്ബ എന്നുള്ള ദിലീപിൻ്റെ സിനിമയിൽ അതിൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ 2018. അതിലൊരു ചെറിയൊരു കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിരുന്നത് ഷാൻ റഹ്മാനായിരുന്നു മ്യൂസിക് ഡയറക്ടർ. പുള്ളീനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ മ്യൂസിക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നമായിട്ട് അവർ അതിന് പുള്ളീനെ മാറ്റിയിട്ടുണ്ട്. മോഹൻലാൽ അതിലൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോള് അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. കാരണം ഇത് അറിയാലോ, ട്രെയിലറിൽ തന്നെ പുള്ളി ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്. എന്താണ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്. മോഹൻലാലുണ്ട്. കുറേ ഒരു റൂമർ പോലത്തെ സംഭവം എക്സിലോ റെഡിറ്റിലോ എന്തോ വായിച്ചാണ്. അതായത് ഗോകുലം ഗോപാലനാണല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബബ്ബ. അപ്പോൾ അതിൻ്റെ എമ്പുരാൻ്റെ നഷ്ടം നികത്താൻ വേണ്ടി മോഹൻലാലിനെ ഗോപാലേട്ടൻ വിളിച്ചു, അപ്പോൾ പോയി. അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. എന്തോ ഇപ്പോൾ കുറേ റൂമേഴ്സാണ്.
കാരണം ഇപ്പോൾ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോള് ഇപ്പം ഇങ്ങനെ ഇതിൽ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും മോഹൻലാലിന് ഇല്ല. അപ്പോൾ എന്തൊക്കെയോ അവർ മറ്റേ ഓർമ്മയുണ്ടാവും എമ്പുരാന് ഫുൾ ലാസ്റ്റ് പ്രൊഡ്യൂസറൊക്കെ കുറച്ച് പ്രശ്നമായിട്ട് ഗോകുലഗോപാലിനാണല്ലോ വന്നിട്ട് സേവ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് നന്ദി കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ കണ്ടു. ഉള്ളതാണോ എന്തോ കണ്ടു, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ സൂട്ടോപ്പിയൻ്റെ സെക്കൻഡ് ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു, നൈസ് ട്രെയിലർ. അതും നവംബറിൽ റിലീസാണ്. ഡിസ്നിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അനിമേഷൻ മൂവിയാണ് സൂട്ടോപ്പിയ. അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വാർണർ ബ്രോസിനെ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ റൂമേഴ്സൊക്കെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ഗണ്ണിൻ്റെ പണി പോവും, ജെയിംസ് ഗൺ വിൽ ഗെറ്റ് ഫയേർഡ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് മറ്റവന്മാരെ അടിച്ചിറക്കുന്ന ഓരോ ഫേക്ക് ന്യൂസാണെന്നാണ് തോന്നുന്നത് നമ്മുടെ സ്നൈഡർ ഫാൻസാർ. അല്ലാണ്ട് വേറെ ഇപ്പോൾ കയറിയല്ലോ, ഇപ്പോൾ CEO ആയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ജോലി പോകും. അപ്പോൾ ജെയിംസ് ഗണ്ണാണല്ലോ CEO DC-യുടെ. അപ്പോൾ വാർണർ ബ്രോസിനെ ആരെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ജെയിംസ് ഗണ്ണിൻ്റെ പണി പോകുമെന്നൊക്കെയാണ് പറയുന്നത്. പിള്ളേർ അറിയില്ല. പിന്നെ അതുപോലെ ജെൻവി കഴിഞ്ഞല്ലോ, സെക്കൻഡ് സീസൺ കഴിഞ്ഞു. അപ്പോൾ മാഡി ഫിലിപ്സിൻ്റെ കുറേ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്. പീപ്പിൾ ആർ ഒബ്സസ്ഡ് വിത്ത് മാഡി ഫിലിപ്സ്. പുള്ളിക്കാരിയുടെ കുറേ എഡിറ്റ്സും കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അടുത്ത ഹാർലി ക്വിൻ ആവാൻ ബെസ്റ്റ് ക്യാരക്ടർ മാഡി ഫിലിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സൂപ്പർ ഹീറോ വേൾഡിൽ നിന്ന് സംഭവിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ വൺ പീസിൻ്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും തംബ്നെയിലിൽ. അപ്പോൾ അത് തന്നെയാണ് വൺ പീസിൻ്റെ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങളൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പോവാണ്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ കാര്യം, ജനുവരി തൊട്ട് ഏപ്രിൽ വരെ 2026 ഒരു ബ്രേക്കാണ്, ഒന്നും ഉണ്ടാവില്ല എന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലെസ് എപ്പിസോഡ്സും കൂടെ ആക്കാൻ പോവാണ്. ലെസ് എപ്പിസോഡ്സും ബെറ്റർ പേസിങ്ങും കൊണ്ടുവരാൻ പോവാണ്. ഇതൊക്കെ വൺ പീസ് ഫാൻസ് ഒന്നും എവിടെയും ഇങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് ഫാൻസുകാർ പറഞ്ഞു അത് കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ്. ആർക്കാണ് ഇപ്പോൾ കുറവ് എപ്പിസോഡ് വേണ്ടതെന്ന് അറിയില്ല. പക്ഷേ അവരങ്ങനെയാണ് പറയുന്നത്. ഫാൻസ് എല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ ഹൂ ഈസ് ആസ്കിങ് ഫോർ ഓൾ ദിസ് തിങ്. 26 എപ്പിസോഡുകളെ അടുത്ത കൊല്ലം ഉണ്ടാവുള്ളൂ. ഓക്കെ, മാക്സിമം 26 എപ്പിസോഡ്. ഇപ്പോൾ ഈ സ്പെഷ്യൽസൊക്കെ കൂട്ടിയിട്ടാണോ അതോ സ്പെഷ്യൽസൊക്കെ ഇനി സെപ്പറേറ്റ് ഇറക്കുമോയെന്നും അറിയില്ല. എൽബാഫ് ആർക്കാണ് ഇനി 2026 വരാൻ പോകുന്നത്. ഇപ്പോൾ എഗ് ഹെഡ് ആർക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എഗ് ഹെഡ് ആർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൽബാഫ് ആർക്കായിരിക്കും ഇനി ജയൻസിൻ്റെ, ഇനി അതായിരിക്കും അടുത്ത കൊല്ലം എന്നും പറയുന്നുണ്ട്. പിന്നെ ഇനി സീസൺ പോലെയാണ് ഇനി ഇറക്കാൻ പോകുന്നത്. ഒരു കൊല്ലം ഒരു സീസൺ പോലെ ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു സംഭവം പറയുന്നുണ്ട്. മെയിനായിട്ട് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു മാംഗ ചാപ്റ്ററാണ് ഇനിയൊരു എപ്പിസോഡ്. ഓക്കെ, അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ കുറേ പേര് ഇങ്ങനെ കണക്കാക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഓരോതാണെങ്കിൽ ഈ വൺ പീസ് കണ്ടുപിടിക്കുമ്പോഴേക്കും 2034 ആവും. ലോകമൊക്കെ അവസാനിക്കുമോ, ജീവനോടെയൊക്കെ ഉണ്ടാവുമോ ഈ വൺ പീസ് അത് വരയ്ക്കും എന്നൊക്കെയാണ് ഇപ്പോൾ കുറേ ട്രോൾസും മീംസൊക്കെ ഇറങ്ങുന്നുണ്ട്. 2034 അപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവരിപ്പോൾ പറഞ്ഞ ഈ പുതിയ രീതിയിലാണെങ്കിൽ മറ്റേ ക്വാളിറ്റി കൂട്ടിയിട്ട് ക്വാണ്ടിറ്റി കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്. നോ വൺ ഈസ് കംപ്ലൈൻറ്റിങ് അബൌട്ട് ക്വാളിറ്റി ആൻഡ് ഓൾസോ മേ ബി അവർ എന്താ പറയുക കറക്റ്റ് ആ ഒരു സംഭവം പിടിക്കാനായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ ആരും ഇപ്പോൾ കൂടുതൽ എപ്പിസോഡ് ഇറക്കി ഇതിനെത്ര ഇറക്കണമെന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യം. പിന്നെ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്, മാർച്ച് 10 അടുത്ത കൊല്ലം ലൈവ് ആക്ഷൻ സെക്കൻഡ് സീസൺ. പിന്നെ നമ്മുടെ ചെയിൻസോ മാൻ 100 മില്യൺ ചെയിൻസോ മാൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് 100 മില്യൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കൊല്ലം ഇറങ്ങിയ 3 സിനിമകളാണ് ഇപ്പോൾ 100 മില്യൺ അനിമേ മൂവീസാണ്. 3 സിനിമകളും 100 മില്യൺ ആയത്. ഒന്ന് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ, ഡിറ്റക്റ്റീവ് കോനൻ ദ വൺ ഐഡ് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്,
പിന്നെ ചെയിൻസോ മാൻ റസേ മൂവി അതും ഈ 3 അടിച്ചിട്ടുണ്ട്. ഡിമോൺ സ്ലെയർ അറിയാലോ 667 മില്യൺ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. മറ്റേത് 162, ഇത് 110 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്ത് ട്രെൻഡാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻസിക്കാരൊന്നും സിനിമാ തിയേറ്ററിലേക്ക് വരുന്നില്ല, ജെൻസിക്കാരൊന്നും സിനിമ കാണുന്നില്ല എന്നൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ പരാതി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത് ചെയ്താലാണ് ഇവർ വരിക എന്ന്. ഇനി നോക്കിക്കോ, ചറപറ മൂവീസ് ആയിരിക്കും. നോക്കിക്കോ, ഇനി ഈ അനിമേനെ എല്ലാത്തിനും പിടിച്ച് ഇല്ലാത്ത അനിമയൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ട് സിനിമയാക്കി കൊണ്ടുവരും. ഈ ഹോളിവുഡുകാർ ഇത് അറിഞ്ഞാണ്ടല്ലോ, മറ്റവിടെ അവരൊരു സ്റ്റാൻഡേർഡിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ ഹോളിവുഡുകാരും കൂടി ഇങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലേ എന്നാൽ നമുക്ക് കുറച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വരും. എല്ലാ ടീംസും കൂടെ വന്നിട്ട് ഇനി അതിനെ ഇല്ലാതാക്കി കൊല്ലും. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നോക്കിക്കോ. ഇനി അടുത്തൊരു മണ്ടത്തരം ചെയ്തത് അറിയാലോ, നെറ്റ്ഫ്ലിക്സുകാർ തന്നെയാണ്. നെറ്റ്ഫ്ലിക്സുകാർ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഒരു പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ ഇറക്കേണ്ടത് 30-31 തീയതിയായിരുന്നു. ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 30 തീയതി തന്നെ ട്രെയിലറിനെ അങ്ങോട്ട് റിലീസ് ചെയ്തു. എന്തോ ഒരു ബട്ടൺ എന്തോ അമർത്തിയതാവുന്നു, അപ്ലോഡ് ബട്ടൺ അമർത്തിയതാവുന്നു. തലേ ദിവസം തന്നെ ട്രെയിലർ വന്ന് എക്സിലെ റെഡിറ്റിലൊക്കെ ട്രെയിലറൊക്കെ ഫുള്ള് ലീക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റീവിനെ തൊട്ടക്കടപ്പുറം ഇളകും എന്ന് പറഞ്ഞിട്ടുള്ള ഫുള്ള് മീംസ് ട്രോൾസാണ് ഇപ്പോൾ എൻ്റെ ഫീൽഡിൽ മൊത്തം വരുന്നത്. എല്ലാവർക്കും ഒരു കാര്യം പറയാനുള്ളൂ, ഇവരെന്തായാലും 2-3 പേരെ കൊല്ലും. ആ വില്ലിനെ കൊല്ലും, ഉറപ്പാണ്. അത് വെക്നേക്കായിട്ടുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. വില്ലിനെ കൊല്ലുമായിരിക്കും, ഒന്നെങ്കിൽ എല്ലാവനെ കൊല്ലും. ഈ സ്റ്റീവനെ ശരിക്കും കൊല്ലാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഈ മറ്റേ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റീവ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് മറ്റ് അയൺമാൻ പറയുന്ന പോലെ ഐ ആം ഇന്നോവേറ്റബിൾ എന്നൊക്കെ പറയുന്ന പോലെ, ഐ ആം അയൺമാൻ എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് അടിച്ചിട്ട് മിക്കവാറും ആ സ്റ്റീവിനെ കൊല്ലും എന്ന് ആണ് എല്ലാവരും പറയുന്നത്. കൊന്നു കഴിഞ്ഞാൽ കാണിച്ചു ആണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. എന്താണാവോ സ്റ്റീവിൻ്റെ കാര്യം. കോവിഡ്. പിന്നെ കിടില ഒരു അനൗൺസ്മെൻറ്റ് വന്നത് കോൾ ഓഫ് ഡ്യൂട്ടീൻ്റെ ആൾക്കാരാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ഓഫ് ഡ്യൂട്ടിയിൽ സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്റ്റീഫൻ സ്പിൽബർഗ് വന്നിട്ട് ഞാൻ എടുക്കാം, ആരും പേടിക്കണ്ട എന്നിട്ട് വന്നാണ്. ഇവർ കൺട്രോൾ മുഴുവൻ പുള്ളിക്ക് കൊടുക്കണം, അതായത് ക്രിയേറ്റീവ് കൺട്രോൾ മുഴുവൻ പുള്ളിക്ക് വേണം. പുള്ളിയാണ് ഇനി ഇപ്പോൾ നോവലൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ബാറ്റ്മാൻ എടുത്തു കഴിഞ്ഞാൽ പുള്ളിൻ്റേതായിട്ടുള്ള ഒരു വെർഷനിലായിരിക്കുമല്ലോ എടുക്കുക, ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. അതുപോലെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ആക്ടിവിഷൻകാർ പറഞ്ഞു പറ്റില്ല വയ്ക്കോ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇവർ പാരമൗണ്ടിനാണ് ആ റൈറ്റ്സൊക്കെ കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ പീറ്റർ ബർഗ് എന്ന് പറഞ്ഞ ഡയറക്ടർ, നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ ഹാൻകോക്ക് എടുത്ത പുള്ളിയാണ്. ബാറ്റിൽ ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അത് എടുത്തത് പീറ്റർ ബർഗാണ്. ലോൺ സർവൈവർ എന്നൊക്കെ ഉള്ള സിനിമ എടുത്തതും പീറ്റർ ബർഗാണ്. പീറ്റർ ബർഗിനാണ് ഡയറക്ടറായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ടൈലർ ഷെറിഡൻ എന്ന് പറഞ്ഞിട്ടുള്ള യെലോസ്റ്റോൺ സീരീസില്ലേ, അതെടുത്തത് പുള്ളിയാണ്, അറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു എപ്പിക് സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. പീറ്റർ ബർഗ് ഉള്ളതുകൊണ്ട് മാർക്ക് വാൾബർഗ് ചിലപ്പോൾ ഉണ്ടാവും. കാരണം പീറ്റർ ബർഗിൻ്റെ ലാസ്റ്റ് 2-3 സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മാർക്ക് വാൾബർഗ് എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ പുള്ളി വന്നാലും വരും. അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. ഇപ്പോൾ പീറ്റർ ബർഗിനെ ഡയറക്ടറായിട്ടും ഈ ഷെറിഡാനെ റൈറ്ററായിട്ടുമാണ് ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. നല്ല കാര്യം. ഏതെങ്കിലും തല്ലിപ്പൊളി ആൾക്കാർ കൊടുത്ത് അതിന് കുളമാക്കുന്ന വിചാരിച്ചത് ആക്കിയില്ല, നല്ല കാര്യം. ഇനി സർട്ടിഫൈഡ് ബാങ്ങേഴ്സാണ് നമ്മൾക്ക് ഇനി വരാനുള്ള ആഴ്ചയിൽ നമുക്ക് കാണാനുള്ളതും ഇനി എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നതാണ്. ആദ്യത്തെ കാര്യം വളരെ എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ന്യൂസാണ്. നവംബർ 21 ഓക്കെ, നവംബർ 21 ഫാമിലി മാൻ്റെ 3rd സീസൺ ഇറങ്ങാൻ പോവാണ്. കൊല്ലങ്ങൾക്ക് ശേഷം 3-4 കൊല്ലമായി എന്താ ഒരു സീരീസ് എടുക്കാൻ. ഈ രാജൻ DK എന്ന് പറഞ്ഞിട്ടുള്ള ടീംസില്ലേ, അവർ ആക്ച്വലി ലൈക്ക് ഡഫർ ബ്രദേഴ്സ് ഓഫ് ഇന്ത്യ അങ്ങനെ ആയിട്ടുണ്ട്. സീരീസ് എടുക്കാൻ അവന്മാർക്ക് ഒരു എന്തോ ഒരു സംഭവം ഉണ്ട് അവർക്ക്. ഫർസി എന്ന് പറഞ്ഞിട്ടൊരു സീരീസ്, ആ കഥയൊക്കെ ആരെടുത്താലും ഫ്ലോപ്പ് ആവും, പക്ഷെ അതിനൊക്കെ ഒരു നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു
ദുൽഖറിൻ്റെ ഒരു സീരീസ് എൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, എന്തോ ഗുലാബ്സ് എന്നോ ഗണ്ണൻ ഗുലാബ്സ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു അതൊക്കെ അവരെടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീരീസാണ്. അപ്പോൾ അവർക്ക് ഈ സീരീസ് എടുക്കാൻ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് ഐ എം ഹൈപ്ഡ് ഫോർ ദിസ് 3rd സീസൺ. സെക്കൻഡിൽ സമന്തയായിരുന്നു, ഫസ്റ്റിൽ നമ്മുടെ നീരജായിരുന്നു വില്ലൻ. ഇതിൽ നമ്മുടെ പാതാൽ ലോകിൽ മെയിനായിട്ട് അഭിനയിച്ച ജയ്തി ബഹ്ലവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ലേ, പുള്ളിയാണ് വില്ലൻ. പുള്ളി നല്ല കട്ടക്ക് നിൽക്കും. പാതാൽ ലോക കണ്ടവർക്കറിയാം, കിടിലൻ ചങ്ങായാണ് പുള്ളി. വന്നാൽ തന്നെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ആ ഡയലോഗ് ഡെലിവറിയൊക്കെ അവരുടെ ഏതോ ഒരു ആക്സെൻ്റാണ്, അത് ഏത് ആക്സെൻ്റ് എന്ന് കൃത്യമായിട്ടില്ല, ആ ഒരു നോർത്ത് ഏതോ ഒരു സ്റ്റേറ്റിലെ ആക്സെൻ്റ്, പ്രത്യേക ഒരു രീതിയിലാണ് പുള്ളി സംസാരിക്കുക. ഇങ്ങനെ ഒരു നൈസായിട്ട് പുള്ളിയാണ് വില്ലൻ, കട്ട വില്ലനാണ്, അറിയാലോ. അപ്പോൾ നവംബർ 21 മാർക്ക് ദ ഡേറ്റ്. അടുത്ത ഈ വരുന്ന മാസം തന്നെ, ഇനി അടുത്ത അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ഓൾറെഡി വന്നു. വിച്ചറിൻ്റെ 4ാമത്തെ സീസൺ നമ്മുടെ ഹെൻറി കാവലിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയ ക്രിസ് ഹെംസ്വർത്തിൻ്റെ അനിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മൂഞ്ചിയ റേറ്റിംഗ് തന്നെ ആദ്യം തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. റോട്ടൻ ടൊമാറ്റോസിൽ 55% ഉള്ളൂ. വിച്ചർ ഫാൻസ് കണ്ടോളും, പക്ഷേ ഹെൻറി കാവൽ ഫാൻസ് കാണില്ല. അങ്ങനെ ഈ വിച്ചർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ ഗെയിമിൻ്റെ ആൾക്കാരല്ലേ കാണുക, അപ്പോൾ അവരെന്തായാലും കാണും. പക്ഷെ ക്യാരക്ടറൊക്കെ എടുക്കാൻ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ഒരു ചൊറ പരിപാടി ഇല്ല. ഒരാൾ അഭിനയിക്കുക, ഇടയ്ക്ക് വെച്ചിട്ട് അയാളെ മാറ്റി വേറെ ആളെ കൊണ്ടുവരും. നമുക്ക് കാണുന്നവരൊക്കെ പൊട്ടന്മാരാണ്. ഒന്നുകിൽ അത് നിർത്തുക, എന്നിട്ട് അതിൻ്റെ വേറെ എന്തെങ്കിലും അതിൻ്റെ വല്ല സ്പിൻ ഓഫോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാവില്ലേ, അത് ചെയ്യുക. അതൊന്നും ചെയ്യാൻ വയ്യ. നെറ്റ്ഫ്ലിക്സാണ്, ഞാൻ അതാ പറഞ്ഞു. നെറ്റ്ഫ്ലിക്സ് ഈ വാർണർ ബ്രോസിനൊക്കെ ഫുള്ള് ബാറ്റ്മാനും സൂപ്പർമാനൊക്കെ ഇവരുടെ കൈക്ക് കിട്ടിയാണ്ടല്ലോ കൊള്ളമാക്കി കൈ കൊടുക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. നവംബർ 4-ാം തീയതി അടുത്തൊരു സംഭവം, ഈ ബാഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ഒരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിരുന്നു ആ ഒരു സമയത്ത്. അതായത് ഒരു ഫീമെയിൽ ഡയറക്ടറിൻ്റെ പേര് വർഷ ഭരത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീമെയിൽ ഡയറക്ടറാണ്. ഇപ്പോൾ ഒരു ഫീമെയിൽ സെൻട്രിക് ഒരു മെയിൻ സിനിമയാണ്. മെയിൻ ക്യാരക്ടറും ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ എന്താണ് ബ്രാഹ്മിൻസ് ആയിട്ട് വലിയ കാസ്റ്റിലുള്ള ആൾക്കാർ എന്തോ കള്ളുടിക്കണമെന്നോ അങ്ങനെ എന്തോ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിരുന്നു. കോടതി വിധിച്ചതാണ് ഇതിൻ്റെ ട്രെയിലർ എന്തോ ഉണ്ടായിരുന്നു, അതിനെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വിധിച്ചതോ അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടി ഭയങ്കര കോൺട്രവേഴ്ഷ്യലായിരുന്നു. വെട്രിമാരനും അനുരാഗ് കശ്യപാണ് പ്രൊഡ്യൂസർ. ഞാനിത് അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു ഇതൊന്ന് കാണുന്നു. ഞാൻ ഇത് റിലീസ് ചെയ്തതേ അറിഞ്ഞിട്ടില്ല. 5-ാം തീയതി സെപ്റ്റംബർ, എനിക്ക് വൈഡ് റിലീസൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കട്ടും കുറേ മറ്റേ തെറി വിളിക്കുന്നതും അങ്ങനെ അബ്യൂസ് ലാംഗ്വേജൊക്കെ കട്ട്, കുറേ മേക്കൗട്ട് സീൻസൊക്കെ കട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ കട്ടും ഇതൊക്കെ ചെയ്തിട്ടാണ് അവസാനം റിലീസ് ചെയ്തത്. 5-ാം തീയതി, ഈ സെപ്റ്റംബർ 5-ാം തീയതി റിലീസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമയാണല്ലോ, അപ്പോൾ ഭയങ്കര വലിയ കളക്ഷനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ നവംബർ 4-ാം തീയതി അത് റിലീസ് ചെയ്യുന്നുണ്ട്. കാണുക, എനിക്കും കാണണമെന്നുണ്ട്. ഞാൻ കുറേ അന്നേ വിചാരിച്ചു അതൊന്ന് കാണണമല്ലോ, എന്താ ഇപ്പം ഇത്ര പരിപാടി, എന്താണ് ഇത്ര ഒരു സംഭവം, ഒന്ന് കാണണമല്ലോ വിചാരിച്ചാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ്, മറക്കണ്ട, നവംബർ 4-ാം തീയതി. ഇനി ഇറങ്ങാൻ പോകുന്ന മെയിൻ സിനിമ തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നത് പ്രിഡേറ്ററിൻ്റെ ബാഡ്ലാൻഡ്സ് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുന്നുണ്ട്, ബുക്ക് മൈ ഷോയിലൊക്കെ കാണിക്കുന്നുണ്ട്. 7-ാം തീയതി, നവംബർ 7-ാം തീയതി കാണിക്കുന്നുണ്ട്. ഇറങ്ങിയാൽ ഒന്ന് പോയി കാണണം. വെറൈറ്റി സാധനമാണ്. വലിയ ഡയലോഗ് കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ, ഫുൾ ആക്ഷൻ ആയിരിക്കും. അറിയാമല്ലോ പ്രിഡേറ്റർ സിനിമ എങ്ങനെയാണ്. ഇതിൽ പിന്നെ ഫുൾ പ്രിഡേറ്റർ മാത്രമേ ഉള്ളൂ, മറ്റേ ആൾക്കാർ പോയി പ്രിഡേറ്ററിന് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അതിൻ്റെ ട്രെയിലറൊക്കെ ഭയങ്കര രസമായിരുന്നു. ഡൈനോസറോ അങ്ങനെ എന്തൊക്കെയോ കുറേ അനിമൽസൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഇവരുടെ ആ ഒരു പ്ലാനറ്റിലുള്ള എന്തൊക്കെയോ കുറേ ജീവികളും അങ്ങനത്തെ എന്തൊക്കെയോ ഒരു വേൾഡ് ബിൽഡിങ് പോലത്തെ പരിപാടിയാണ്. ട്രെയിലറൊക്കെ നൈസായിരുന്നു. തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, ഒന്ന് പോയി കാണണം. ഡിജിറ്റൽ റിലീസിൽ കാണാനുള്ളത് ദ ലോങ് വാക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ കിങ്ങിൻ്റെ ഒരു നോവലാണ്. അതിനെ പിടിച്ച് സിനിമ ആക്കിയതാണ്. വെറൈറ്റി സാധനം. ഇതും കൈൻഡ് ഓഫ് ഒരു ഹൊറർ തന്നെയാണ്, ഒരു ഡാർക്ക് സിനിമ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഫുള്ള് ഹൊറർ മാത്രമേ ഉള്ളൂ. അവിടെ നോക്കിയാലും നല്ല സാധനങ്ങളൊക്കെ ഫുള്ള് ഹൊറർ മാത്രമേ ഉള്ളൂ. ചവറ കുറേ സാധനങ്ങൾ വേറെ ഉണ്ട്, അതല്ല. നല്ലതൊക്കെ ഇപ്പോൾ ഹൊററാണ് ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നത്. ദ ലോങ് വാക്ക് കാണുക. കുറേ പേരിങ്ങനെ നടന്നു പോവുക.
ലാസ്റ്റ് നിൽക്കുന്ന ആൾ ജയിക്കും. നടന്ന് പോകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിഷ്കു പിഷ്കു കഴിയും, അവനെ ഇസ് ഡെഡ്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്, വെറൈറ്റി കോൺസെപ്റ്റ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ അറിയാമല്ലോ, പുള്ളിയുടെ ഒരു സംഭവം അറിയാമല്ലോ, അതേ ഒരു സംഭവമാണ്. പിന്നെ സ്ലോ ഹോഴ്സസ് ആപ്പിൾ ടി വിയിൽ അത് കഴിഞ്ഞു, 5th സീസൺ കഴിഞ്ഞു. നല്ലൊരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ അതൊന്ന് കണ്ടു നോക്കുക കാണാത്തവർ. സ്ലോ ഹോഴ്സസ് എന്നാണ് സീരീസിൻ്റെ പേര്. ഒരു ആക്ഷൻ സംഭവമാണ്, സീറ്റെഡ്ജ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. നല്ല ഒരു സ്പൈയും ഈ സ്പൈ വർക്കിൻ്റെ ഒരു പരിപാടിയൊക്കെയാണ്. ഓരോ സീസണിലും ഓരോ കേസ് ഉണ്ടാവും. ഈ സീസണിലെ കേസും നൈസായിരുന്നു. എൻഡിങ് അലമ്പാവോ എന്ന് വിചാരിച്ചു, ഇല്ല, എൻഡിങ്ങും നൈസായിട്ട് തന്നെ ആയിട്ട് പോയി. നവ് യു സീ മീൻ്റെ ഒരു 3rd മൂവി ഇറങ്ങുന്നുണ്ട്, പേര് നവ് യു സീ മീ നൗ യു ഡോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള. അതേപോലെ മറ്റേ മാജിക്കിൻ്റെ സിനിമ. ഭയങ്കര സിനിമയൊന്നുമല്ല, പക്ഷെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോപ്കോൺ മൂവി എന്നൊക്കെ പറയില്ല. ഇങ്ങനെ അതിൽ കുറേ ഇങ്ങനെ സീനുകളൊക്കെ ഉണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. നൈസാണത്. അതിൻ്റെ നവംബർ 14 റിലീസ് പറഞ്ഞിരിക്കുന്നത്. അതും ഇന്ത്യയിലൊന്നും ഉണ്ടാവുമോ എന്നറിയില്ല, ഉണ്ടെങ്കിൽ അഭിപ്രായം നോക്കിയിട്ട് കണ്ടാൽ മതി. പോപ്കോൺ മൂവിയാണ്, വലിയ തിയേറ്ററിൽ പോയി കാണാനുള്ളതൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. ചുമ്മാ ഇങ്ങനെ കാണാൻ അങ്ങനത്തെ ഒരു സിനിമയുണ്ട്, ഒട്ടിട്ട് വരുമ്പോൾ കണ്ടാൽ മതി. പക്ഷെ ഭയങ്കര സംഭവമാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം, നമുക്ക് നോക്കാം. ഓക്കെ, നെറ്റ്ഫ്ലിക്സിൽ പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ദ ആസറ്റ് എന്ന പേര്. 6-8 എപ്പിസോഡ് എന്തോ ഉണ്ട്. ഞാനൊരു 3 എപ്പിസോഡ് കണ്ടു. 3 എപ്പിസോഡ് കണ്ടതിൽ വെച്ചിട്ട് നൈസാണ്. ഒരു അണ്ടർ കവറായിട്ട് ഒരു ഡ്രഗിൻ്റെ ഒരു പരിപാടീൻ്റെ അതിലൊരു അണ്ടർ കവറായിട്ട് ഒരു പെൺകുട്ടി പോവാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല റേറ്റിംഗ് ഉണ്ട്, 8.8 8ൻ്റെ മുകളിൽ എന്തോ ഉണ്ട് റേറ്റിംഗ് IMDbയിലൊക്കെ. കൊള്ളാം. ഒരു 3 എപ്പിസോഡ് കണ്ടതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ കൊള്ളാം, കാണാനുള്ളതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആഴ്ചത്തെ ന്യൂസ് കാര്യങ്ങളൊക്കെ. ഈ ആഴ്ചത്തെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്ന ആഴ്ച ഇനി ആരൊക്കെ ഫേക്ക് MMA നടത്തും, ഫേക്ക് വീഡിയോ ഇടുന്നത് അറിയില്ല, അത് ഇടുമ്പോൾ നോക്കാം. അപ്പോൾ ഓക്കെ.